പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് പറയാനുള്ളത് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ, രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണം. രാഷ്ട്രീയ അറിവുകൾ, മനോഭാവങ്ങൾ, മൂല്യങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നത്. ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് നമ്മുടെ രാഷ്ട്രീയ അറിവുകളും രാഷ്ട്രീയ സ്വഭാവങ്ങളും രാഷ്ട്രീയ മൂല്യങ്ങളും മനോഭാവങ്ങളും പെരുമാറ്റങ്ങളുമൊക്കെ മറ്റൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് ഒരു വ്യക്തിയുടെ കുട്ടിക്കാലം മുതൽ ആരംഭിക്കുകയും ആ വ്യക്തിയുടെ ജീവിതകാലം മുഴുവൻ തുടരുകയും ചെയ്യുന്ന പ്രവർത്തനമാണ്. നമുക്കതിൻ്റെ ഒന്ന് രണ്ട് ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ, ആൽമണ്ടും വെർബയും പറയുന്നത് രാഷ്ട്രീയ സംസ്കാരം നിലനിർത്തുകയും അതോടൊപ്പം അത് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്ന പ്രക്രിയയാണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്നാണ് ആൽമണ്ടും വെർബയും പറയുന്നത്. ഈസ്റ്റണും ഡെന്നിൻസും പറയുന്നത് വ്യക്തികൾ രാഷ്ട്രീയ ആഭിമുഖ്യങ്ങളും പെരുമാറ്റ രീതികളും നേടുന്ന സംഭവവികാസങ്ങളും പ്രക്രിയയാണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്നാണ് ഈസ്റ്റണും ഡെന്നിസും പറയുന്നത്. പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ്റെ ഏറ്റവും സമഗ്രമായ നിർവചനം നൽകുന്നത് ഡോക്ടർ എസ് ഭട്നാഗറാണ്. അദ്ദേഹം പറയുന്നത് ജീവിതചക്രത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഔപചാരികമോ അനൗപചാരികമോ മനഃപൂർവ്വമോ ആസൂത്രിതമോ തെളിഞ്ഞോ ഒളിഞ്ഞോ ഉണ്ടാവുന്ന രാഷ്ട്രീയ ആഭിമുഖ്യങ്ങളും പെരുമാറ്റ രീതികളും ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അത് തെളിഞ്ഞാവാം, അത് മറഞ്ഞാവാം, അത് അനൗപചാരികമാവാം, ഔപചാരികമാവാം, ആസൂത്രിതമാവാം, മനഃപൂർവ്വമാകാം, അങ്ങനെയൊക്കെ ആവാം. ഒരു രാഷ്ട്രീയ സംസ്കാരം മറ്റൊരു തലമുറയിലേക്ക് നമ്മൾ പകർന്നു നൽകുന്ന ഈ ഒരു പ്രക്രിയയാണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ളത് ഏജൻസീസ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻസ്. പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ നടത്തുന്ന നമ്മുടെ സമൂഹത്തിൽ ഈ രാഷ്ട്രീയ പ്രക്രിയകൾ കൈമാറ്റം ചെയ്ത് പുതിയ തലമുറയിലേക്ക് ആക്കുന്ന പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ ചെയ്യുന്ന ചില ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണം, പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ മൂല്യങ്ങളും വിശ്വാസങ്ങളും വികാരങ്ങളും മറ്റൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ പ്രക്രിയ ചെറുപ്പത്തിൽ തന്നെ ആരംഭിക്കുകയും ജീവിതത്തിലുടനീളം തുടരുകയും ചെയ്യുന്ന പ്രക്രിയയാണ്. കുടുംബം, അതേപോലെ സ്കൂള്, കോളേജ്, മതസ്ഥാപനങ്ങൾ, സമപ്രായക്കാരുടെ സംഘങ്ങൾ, മാധ്യമങ്ങൾ, ജോലി സ്ഥലത്തെ അനുഭവങ്ങൾ തുടങ്ങിയ കുറേ ഏജൻസികൾ ഈ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ്റെ പ്രവർത്തനം നമ്മളെ സമൂഹത്തിൽ നടത്തുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്ന് ഫാമിലിയാണ്. കുടുംബം. കുട്ടികളുടെ സ്വഭാവവും രാഷ്ട്രീയത്തോടുള്ള അവൻ്റെ മനോഭാവം രൂപപ്പെടുത്തുന്നതിൽ കുടുംബം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. കുട്ടിയുടെ സ്വഭാവ രൂപീകരണ ഘട്ടത്തിൽ തന്നെ അമ്മയും അച്ഛനും സഹോദരങ്ങളൊക്കെ സ്വാധീനിക്കുന്നു. ഇപ്പോൾ നമ്മളെ വീട്ടിലിപ്പോൾ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ, രാഷ്ട്രീയ ചർച്ചകളോ ആലോചനകളോ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഫാമിലിയാണ് വളരെ പ്രാഥമികമായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണത്തിൻ്റെ ഏജൻസിയായിട്ട് പ്രവർത്തിക്കുന്നത്. രണ്ടാമത്തത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. കുടുംബത്തിന് ശേഷം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുട്ടികളുടെ മേൽ ഏറ്റവും ശക്തമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. കുട്ടികൾ സ്കൂളിലും കോളേജിലൊക്കെ എത്തിയാൽ അവിടെയുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായിട്ട്, വിദ്യാർത്ഥി രാഷ്ട്രീയ പാർട്ടികളുമായിട്ട്, വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകളുമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്നു. സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികളിൽ ഗണ്യമായിട്ട് ആ പ്രവർത്തനങ്ങളൊക്കെ സ്വാധീനം ചെലുത്തുന്നു. രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണത്തിൻ്റെ ശക്തമായിട്ടുള്ള ഏജൻസിയായിട്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുടുംബത്തോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നല്ല ശക്തമായിട്ടുള്ള ഒരു ഏജൻസിയായിട്ട് പ്രവർത്തിക്കുന്നു. വിദ്യാർത്ഥികളെ, കുട്ടികളെയൊക്കെ രാഷ്ട്രീയത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട് നമ്മളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നു. അത് വിദ്യാർത്ഥി രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുക, വിദ്യാർത്ഥി സംഘടനകളിൽ പ്രവർത്തിക്കുക എന്ന് മാത്രമല്ല, നമ്മളതിൽ തന്നെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നു. കോളേജിലെത്തുമ്പോൾ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നു, സ്കൂളിൽ തന്നെ മനസ്സിലാക്കുന്നു. അങ്ങനെയൊക്കെ മനസ്സിലാക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് രാഷ്ട്രീയത്തിലേക്കുള്ള ബോധ്യം വരുന്നു. അങ്ങനെ വിദ്യാർത്ഥികൾ അതിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നു. മറ്റൊന്ന് പിയർ ഗ്രൂപ്പുകളാണ്. പിയർ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് സമാന പ്രായത്തിലുള്ള ആളുകളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ പിയർ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണത്തിൽ ശക്തമായ ഏജൻസിയായിട്ട് ഈ പിയർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പിയർ ഗ്രൂപ്പ് ഒരു സൗഹൃദ കൂട്ടായ്മയായിരിക്കും. കുട്ടികൾക്കിടയിൽ, ആളുകൾക്കിടയിലൊക്കെ സ്വാഭാവികമായിട്ടും പ്രവർത്തിക്കുന്ന സൗഹൃദ കൂട്ടായ്മയായിരിക്കും. ഒരേ പ്രായത്തിലുള്ള സമപ്രായക്കാരായ ആളുകൾ. അപ്പോൾ
അതിനുള്ളിൽ ഉണ്ടാവുന്ന ചർച്ചകൾ, സംവാദങ്ങൾ, തർക്കങ്ങൾ, ആലോചനകൾ, പാഠ്യേതര പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇടയിലൂടെയൊക്കെ രാഷ്ട്രീയം കടന്നു വരുന്നു, ചർച്ച ചെയ്യുന്നു. അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് സുഹൃത്തുക്കളൊപ്പം രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരുന്നു. അപ്പോൾ ഈ പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നതും പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ്റെ വലിയ ഏജൻസിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. മറ്റൊന്ന് മാസ് മീഡിയാസാണ്. വ്യക്തികളുടെ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുന്നതിൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ, ഏത് നാട്ടിലാണെങ്കിലും മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അത് വലിയ പ്രേക്ഷകരിലേക്ക് എത്തുന്നതിനാൽ തന്നെ വലിയ വിഭാഗം ജനങ്ങളിലേക്ക് അതിൻ്റെ സ്വാധീനം എത്തുന്നുണ്ട്. രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണത്തിൽ ശക്തമായിട്ടുള്ളൊരു ഏജൻസിയായിട്ട് തന്നെ മാധ്യമങ്ങൾ നിലകൊള്ളുന്നുണ്ട്. പിന്നെ മതസ്ഥാപനങ്ങളാണ്. രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണത്തിൽ മതസ്ഥാപനങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പോൾ പള്ളികൾ, ക്ഷേത്രങ്ങൾ, മോസ്കുകൾ, മറ്റു ആരാധനാലയങ്ങൾ, അവിടങ്ങളിലൊക്കെ ഉണ്ടാകുന്ന, അവിടെ നിങ്ങളൊക്കെ കിട്ടുന്ന ഒരു വിശ്വാസങ്ങളും സമ്പ്രദായങ്ങളൊക്കെ അവരെ സാമൂഹ്യവൽക്കരിക്കപ്പെടുന്നതിലേക്ക് എത്തുന്നു. അതിൽ നിന്ന് അവർ രാഷ്ട്രീയ നിലപാടിലേക്കൊക്കെ എത്തുന്നുണ്ട്. അപ്പോൾ അതും ഒരു ഏജൻസിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ അറിവുകളും മൂല്യങ്ങളും പ്രചരിപ്പിക്കുകയും രാഷ്ട്രീയ പ്രവർത്തന പരിപാടികൾ നടത്തുകയൊക്കെ ചെയ്യുന്നു. ഇതിലൂടെ വ്യക്തികൾക്ക് രാഷ്ട്രീയ പരിശീലനം ലഭിക്കുന്നു. ഇതിനാൽ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഏജൻസിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ്റാണ്. നയങ്ങൾ, പദ്ധതികൾ, പ്രവർത്തനങ്ങളൊക്കെ പൗരന്മാരുടെ രാഷ്ട്രീയ ആശയങ്ങളെയും വിശ്വാസങ്ങളെയും മൂല്യങ്ങളെയൊക്കെ ചിട്ടപ്പെടുത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ സർക്കാർ സംവിധാനങ്ങളും ഒരു പ്രധാനപ്പെട്ട ഏജൻസിയായിട്ട് രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണത്തിൻ്റെ ഏജൻസിയായിട്ട് പ്രവർത്തിക്കുന്നു. പിന്നെ ചില സിമ്പിൾസുകളാണ്. രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണത്തിൽ ചില ചിഹ്നങ്ങളും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പോൾ മഹാത്മാഗാന്ധിയെ പോലെ, നെഹ്റുവിനെ പോലെ, സുഭാഷ് ചന്ദ്ര പോലെ അങ്ങനെയുള്ള ഭഗത് സിംഗിനെ പോലെയുള്ള ആളുകൾ, നായകന്മാർ, അവരുടെയൊക്കെ ചരിത്രങ്ങൾ വായിക്കുകയും അവരെയൊക്കെ നമ്മൾ ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ മൂല്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളുകയും അതിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അതും ഒരു ഏജൻസിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ എക്സ്പീരിയൻസിങ് എംപ്ലോയ്മെൻ്റാണ്. ഒരു വ്യക്തിയുടെ തൊഴിലനുഭവം രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണത്തിന് ഒരു ഏജൻസിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. രാഷ്ട്രീയ മനോഭാവങ്ങൾ, വിശ്വാസങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഈ തൊഴിലിടം ഒരു വലിയ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പോൾ സഹപ്രവർത്തകർ, ജോലി ചെയ്യുന്നവർ അവരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടിയും അവരുടെ സാമൂഹിക ബന്ധങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു രാഷ്ട്രീയ ഒരു ഉണർവുണ്ട്. അപ്പോൾ അതിലൂടെയും രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണത്തിൻ്റെ ഒരു ഇതിലേക്ക് ഏജൻസിയായിട്ട് രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണത്തിലേക്ക് പ്രക്രിയയിലേക്ക് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞതൊക്കെ പ്രധാനപ്പെട്ട ചില സാമൂഹ്യ രാഷ്ട്രീയവൽക്കരണത്തിൻ്റെ ഏജൻസികളായിട്ട് നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നതാണ്. ഇത്രയുമാണ് ഈ ചാപ്റ്ററിലും ഈ യൂണിറ്റിലും പറയാനുള്ളത്. ഇതോടുകൂടി ആദ്യത്തെ ബ്ലോക്ക് അവസാനിക്കുകയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ബ്ലോക്ക് പറയാം അടുത്ത വീഡിയോയിലൂടെ. ഓക്കെ, താങ്ക് യു.